ഹലോ എവരിവൺ, എല്ലാവർക്കും എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ ലാസിക്സിനെ കുറിച്ചാണ്. ലാസിക്സ് അഥവാ ഫ്രൂസിമൈഡ്. നമ്മൾ ആപ്റ്റിറ്റ്യൂഡിൻ്റെ എക്സാമിന് കുറേ ലിസ്റ്റ് ഓഫ് മെഡിക്കേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട് RCSIന്ന്. അതിലൊരു ഇമ്പോർട്ടൻറ്റ് മെഡിക്കേഷനാണ് ഫ്രൂസിമൈഡ്. നമ്മളിപ്പോൾ ഡെയിലി ലൈഫിലാണെങ്കിലും ഫ്രൂസിമൈഡ് എന്തിനാണ് കൊടുക്കുന്നത്, അതിൻ്റെ ആക്ഷൻസും സൈഡ് എഫക്ട്സും നഴ്സസ് റെസ്പോൺസിബിലിറ്റിയൊക്കെ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പം എന്താണ് ഈ ലാസിക്സ് എന്ന് നമുക്ക് നോക്കാം. ഇതെന്ന് പറയുന്നത് ഒരു ലൂപ്പ് ഡയൂറിറ്റിക് ആണ്. ഇത് ആക്ച്വലി ആക്റ്റീവായി പെർഫോം ചെയ്യുന്നത് ലൂപ്പ് ഓഫ് ഹെൻലെ, കിഡ്നിയുടെ ലൂപ്പ് ഓഫ് ഹെൻലയിലാണ്. സോ വി കോൾ ഇറ്റ് ആസ് ലൂപ്പ് ഡയൂറിറ്റിക്. ഈ മെഡിക്കേഷൻ കൊടുക്കുന്നത് നമ്മൾ ഹാർട്ട് ഫെയിലിയറിന് കൊടുക്കും, പൾമണറി എഡിമയ്ക്ക് കൊടുക്കും, ഹൈപ്പർ ടെൻഷൻ, റീനൽ ഡിസീസ്. ഓക്കെ, ഇതിനൊക്കെയാണ് ഈ ടാബ്ലറ്റ് അല്ലെങ്കിൽ ഈ മെഡിക്കേഷൻ കൊടുക്കുന്നത്. ഓക്കെ, ഇറ്റ് വർക്ക്സ് ബൈ പ്രിവെൻറ്റിംഗ് ദ കിഡ്നീസ് ഫ്രം റീഅബ്സോർബിംഗ് സോഡിയം ആൻഡ് ക്ലോറൈഡ് ഇൻ ദ ലൂപ്പ് ഓഫ് ഹെൻലെ, കോസിങ് ഇൻക്രീസ്ഡ് യൂറിൻ ഔട്ട്പുട്ട്. ഓക്കെ, അപ്പോൾ ഈ മെഡിക്കേഷൻ കൊടുക്കുന്നതോടുകൂടി യൂറിൻ ഔട്ട്പുട്ട് ഇൻക്രീസ് ആകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലൂയിഡ് ഓവർലോഡൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, ഇപ്പോൾ ലാസിക്സ് ആക്ട്സ് ക്വിക്ക്ലി, എസ്പെഷ്യലി വെൻ ഗീവൺ ആസ് ഐ വി ആയിട്ട് കൊടുക്കുന്ന സമയത്ത് ഇത് കുറച്ചും കൂടെ ബെറ്ററായിട്ട് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കും. ഇറ്റ് ലീഡ്സ് ടു റാപ്പിഡ് ഫ്ലൂയിഡ് റിമൂവൽ, ഹെൽപ്സ് ടു റെഡ്യൂസ് സ്വെല്ലിംഗ്, ലോവർ ദ ബ്ലഡ് പ്രഷർ ആൻഡ് റിലീവ് ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ് ഇൻ പേഷ്യൻസ് വിത്ത് ഫ്ലൂയിഡ് ഓവർലോഡ്. ഓക്കെ, അപ്പോൾ ഫ്ലൂയിഡ് ഓവർലോഡുള്ള പേഷ്യൻറ്റിന് പെട്ടെന്ന് ഫ്ലൂയിഡ് റിലീവ് ചെയ്യാനും അത് മൂലമുള്ള ബ്രീത്തിങ് ഡിഫിക്കൽട്ടി തടയാനും ഒക്കെ നമുക്ക് എന്തുണ്ട്, ഈ ഒരു ടാബ്ലറ്റ് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. ഇറ്റ് ഈസ് എഫക്റ്റീവ് ആസ് ലൈക്ക് എവരി മെഡിക്കേഷൻ. ഇറ്റ് കംസ് വിത്ത് പൊട്ടൻഷ്യൽ സൈഡ് എഫക്റ്റ്. അതായത് നമുക്കറിയാം ഇത് ഒരു പെട്ടെന്ന് എഫക്റ്റീവ് ആകുന്നൊരു മെഡിക്കേഷൻ ആണ്, പക്ഷേ അതിന് അതിൻ്റേതായ ഒരു സൈഡ് എഫക്റ്റും ഉണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ടാബ്ലറ്റ് എടുത്തു കഴിയുമ്പോൾ അല്ലെങ്കിൽ മെഡിക്കേഷൻ എടുത്തു കഴിയുമ്പോൾ ഹൈപ്പോകലീമിയ, ലോ പൊട്ടാസ്യം ആവുന്നുണ്ടോ നമ്മൾ നോക്കണം, ഡീഹൈഡ്രേഷൻ ഉണ്ടാവുന്നുണ്ടോ എന്ന് നോക്കണം, ഹൈപ്പോ ടെൻഷൻ ആവുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ എവറി ടൈം നമ്മൾ BP ചെക്ക് ചെയ്യണം, ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഉണ്ടോ എന്ന് നോക്കണം, ഓട്ടോടോക്സിസിറ്റി ഉണ്ടോ എന്ന് നോക്കണം. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈ മെഡിക്കേഷൻ കൊടുത്തു കഴിയുമ്പോൾ. എവറി ടൈം ബിഫോർ ഗിവിങ് ലാസിക്സ് നമ്മൾ BP ചെക്ക് ചെയ്തിട്ട് മാത്രമാണ് മെഡിക്കേഷൻ കൊടുക്കാൻ പാടുള്ളൂ. അതേപോലെ നമ്മൾ ലാസിക്സ് എപ്പോഴും മോർണിംഗ് ടൈമാണ് കൊടുക്കേണ്ടത്. പിന്നെ വാട്ടർ ടാബ്ലറ്റ് എന്ന് പറയുന്നുണ്ട്. ആക്ച്വലി എപ്പോഴും നമ്മൾ യൂറിനേറ്റ് ചെയ്യും പേഷ്യൻസ്, അപ്പോൾ അതുകൊണ്ട് പ്രിഫർ ഇൻ ദ മോർണിംഗ് ആണ് ഓൾവേസ്. അതുപോലെ ചെക്ക് ബ്ലഡ് പ്രഷർ, കാരണം ബ്ലഡ് പ്രഷർ കുറയാനുള്ള ചാൻസ് ഉണ്ട്. മോണിറ്റർ ഇൻടേക്ക് ആൻഡ് ഔട്ട്പുട്ട് കെയർഫുള്ളി. ലാസിക്സ് ക്യാൻ കോസ് ലാർജ് ഡയൂറിസിസ്. അസസ് ഇലക്ട്രോലൈറ്റ് ലെവൽസ് ലൈക്ക് പൊട്ടാസ്യം, സോഡിയം ക്ലോറൈഡ്, മഗ്നീഷ്യം ഒക്കെ എപ്പോഴും ചെക്ക് ചെയ്യണം. അതുപോലെ ഡെയിലി വെയിറ്റ് എടുക്കണം പേഷ്യൻറ്റിൻ്റെ. അതുപോലെ ലിസൺ ടു ലങ് സൗണ്ട്സ് ആൻഡ് ചെക്ക് ഫോർ ഇംപ്രൂവ്മെൻറ്റ്സ് ഇൻ റെസ്പിറേറ്ററി സ്റ്റാറ്റസ്. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നമ്മൾ നോക്കണം. വാച്ച് ഫോർ സൈൻസ് ഓഫ് ഡീഹൈഡ്രേഷൻ. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ലാസിക്സ് സ്ലോലി ഗീവ് ചെയ്യണം ടു പ്രിവെൻറ്റ് ഓട്ടോടോക്സിസിറ്റി. ടിപ്പിക്കലി ഓവർ 1 to 2 minutes ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇംപ്ലിമെൻറ്റ് ഫോൾ പ്രിക്വേഷൻസ്. പേഷ്യൻറ്റിന് ഡിസിനസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഫോൾ പ്രിക്വേഷനും എടുക്കണം. അപ്പോൾ ഇത്രയാണ് നമ്മൾ മെയിനായിട്ട് ലാസിക്സ് എന്നുള്ള ഒരു ടാബ്ലറ്റിനെ കുറിച്ച് പഠിക്കേണ്ടത്. അറിഞ്ഞു വെക്കണം, അറ്റ്ലീസ്റ്റ് ബേസിക് ഇത്രയെങ്കിലും കാര്യങ്ങൾ വെച്ചിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ മെയിനായിട്ട് നോക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.